ചില വർഷങ്ങൾ മാത്രമേ ഞാൻ ഒഴിഞ്ഞു പറഞ്ഞിട്ടുള്ളൂ. അതെൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തോന്നുന്നു. ദൈവത്തിൻ്റെ വചനം ആഴമായി പഠിക്കുന്നതിനും ഒക്കെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ അനേക കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ ഭാഗ്യം തന്നു. കോളേജിൽ നിന്ന് മാതാപിതാക്കളാണ്. ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ചില നമ്മുടെ 22ാമത്തെ വാർഷികമാണ് എൻ്റെ കണക്കിന്. ഇത് 28ാമത്തെ കാരണം ഇടയ്ക്ക് ചില വർഷങ്ങൾ കോവിഡ് സമയത്ത് മറ്റും നമ്മുടെ വാർഷികം മുടങ്ങിപ്പോയി. ചാരിത്രത്തിൽ കൂടെ വന്നവിടെ ഹെഡ്മാസ്റ്ററായിട്ടാണ് അന്ന് നിയമിച്ചത്. ഇന്നുവരെയും മാറാതെ ആ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് സഹായിക്കുന്നു. കർത്താവിൻ്റെ കൃപയ്ക്ക് എത്തണം മുന്നോട്ട് ആഗ്രഹിക്കുന്നു. ഇനി പറയാനായിട്ട് 2024-25 സൺഡേ സ്കൂൾ പ്രവർത്തനത്തെ കുറിച്ചാണ് റിപ്പോർട്ടാണല്ലോ പറയേണ്ടത്. കഴിഞ്ഞ വർഷം 6 കുട്ടികൾ വിവിധ ക്ലാസ്സുകളായി പഠിച്ചു പൊതുപരീക്ഷയിൽ പങ്കെടുത്തു. 3ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതുവാൻ എഴുതിയ ലിയ ടി ഷിബു 1ാം സ്ഥാനവും ഷാരോൺ കിങ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. 7ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ ലിഡിയ ടി ഷിബു 1ാം സ്ഥാനവും ഡെല്ല അനീഷ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. 8ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതിയ ആൽബിന അനീഷ് 1ാം സ്ഥാനവും സ്നേഹ കിങ് 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ഡിസ്ട്രിക്റ്റിൽ നടന്ന താരന്ത പരിശോധനയിൽ സഭയിൽ നിന്ന് ലിഡിയ ടി ഷിബുവും പങ്കെടുത്ത് വിജയികളായി സമ്മാനങ്ങൾ കരസ്ഥമാക്കി. ഈ വർഷം 4 ക്ലാസ്സുകളിലായി 6 കുട്ടികൾ പഠിക്കുന്നു. ക്ലാസ് 4, 5, 8, 9 എന്നീ ക്ലാസ്സുകളിലായി അധ്യാപകർ യഥാക്രമം സിസ്റ്റർ സൂസമ്മ ജേക്കബ്, സിസ്റ്റർ ആതിര ഷിബു, സിസ്റ്റർ നിജ അനീഷ്, ബ്രദർ കെ സി ജേക്കബ് അധ്യാപകരായി സേവനം ചെയ്യുന്നു. ബ്രദർ കെ സി ജേക്കബ് ഹെഡ്മാസ്റ്ററായി പ്രവർത്തിക്കുന്നു. സഭാ ശുശ്രൂഷനായ പാസ്റ്റർ ഷിബു ടിയെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നല്ല നിലയിൽ കൊണ്ടുപോകാൻ എല്ലാവരെയും ഉത്സാഹിപ്പിക്കുന്നു. ഇങ്ങനെ പോയാൽ നല്ലൊരു വേണ്ടത്ര കുട്ടികളില്ലായെങ്കിൽ അവർ പറയുമ്പോഴെല്ലാം കർത്താവ് എത്തട്ടെ. എത്രത്തോളം അത്ഭുതമായി നടത്തിയ ദൈവത്തിന് സകല മഹത്വവും മാനം അർപ്പിക്കുകയാണ്. തുടർന്ന് ഇതിനെ കർത്താവ് തന്നെ പരിപാലിക്കണം, വളർത്തട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ റിപ്പോർട്ട് ഞാൻ